Good morning, students. So here we go to the last method of this chapter, that is Modi method. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, ബട്ട് 15 മാർക്സിന് എക്സ്പെക്റ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് വരാറുണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. എനിക്ക് പറഞ്ഞു തരാൻ ഫസ്റ്റ് ടൈം ഇത് പറയാൻ ഇറ്റ് ടേക്സ് 40 മിനിറ്റ്സ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ദാറ്റ് മച്ച് ഓഫ് ടൈം കേട്ടോ. പക്ഷേ മനസ്സിലാക്കിയാൽ മതി, ഇറ്റ്സ് വെരി ഈസി. പേര് പോലെ തന്നെ മോദി, അതുകൊണ്ടാണ് അത്രയും ടഫ് വന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം കേട്ടോ. മോദി മെത്തേഡിൻ്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് വി ആർ യൂസിങ് ദിസ് മോദി മെത്തേഡ്. മോദി മെത്തേഡ് ഫുൾ ഫോം എന്ന് പറയുന്നത് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ദറ്റ് ഈസ് MO, മോഡിഫൈഡിൻ്റെ MO, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ DI, ദെൻ കംസ് നെയിം മോദി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നതിൽ സോൾവ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസിങ് എനി ഓഫ് ദ മെത്തേഡ്സ് അങ്ങനെയായിരുന്നല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒന്നും പറയില്ല, സിംപ്ലി സോൾവ് TP എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. അപ്ലൈ എനി ഓഫ് ദ IBFS ഓർമ്മയുണ്ടല്ലോ, ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അത് ഏതൊക്കെയായിരുന്നു? നോർത്ത് വെസ്റ്റ് കോർണർ റൂളോ LCM വാമോ ഉപയോഗിച്ച് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുമായിരുന്നു. ഇങ്ങനെയാണ് IBFS വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു വാക്കിന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്റ്റിമം എന്നുള്ള വാക്ക് ചോദിക്കുവാണെങ്കിലോ യൂസിങ് മോദി മെത്തേഡ് എന്ന് ചോദിക്കുവാണെങ്കിലോ ഞാൻ ഈ പറഞ്ഞു തരുന്ന മെത്തേഡ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇവിടെ ബാലൻസ്ഡോ അതൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു IBFS വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുക, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ IBFS എന്ന് പറയുന്നത് യു ക്യാൻ അപ്ലൈ എനി ഓഫ് ദ 3 മെത്തേഡ്സ്, ദറ്റ് ഇസ് NWCR LCM വാമോ യൂസ് ചെയ്യാം. ബട്ട് ഞാൻ പറയുന്ന ഏതാ ഏറ്റവും മോർ ക്ലോസ്? വാം ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ വാം തന്നെ ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. വാം ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ആദ്യം വാം വെച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചേർത്തല ടു ആലപ്പി പല മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എടുത്തു, അതായത് കാർ, ബസ്, ട്രെയിൻ, ബൈക്കിലൂടെ ഒക്കെ പോയി. ആൻഡ് യു ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇസ് ബൈക്ക് ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ NWCR LCM വാം ചെയ്ത് കഴിഞ്ഞപ്പോൾ വാം ഇസ് ദ ബെസ്റ്റ് മെത്തേഡാന്ന് പറഞ്ഞു. എങ്ങനെ ഒന്നും കൂടി ഒപ്റ്റിമം ആക്കാം? ആ കണ്ടുപിടിച്ച കിലോമീറ്റർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ചെലവ് ഇച്ചിരി കൂടി ചുരുക്കാനേ നമ്മൾ നോക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ കറണ്ട് ചാർജ് വന്നു, നമ്മൾ മാക്സിമം ചുരുക്കിയായിരിക്കും ആ കറണ്ട് ചാർജ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കും അല്ലേ? ഇങ്ങനെ ചെയ്യാം, ഫ്രിഡ്ജ് ഇത്ര നേരം ഓഫ് ചെയ്യാം, അപ്പോൾ ഇച്ചിരി കൂടി കുറയും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചിലവ് ചുരുക്കണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ യു അണ്ടർസ്റ്റുഡ് വാം ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. 3 വെച്ച് വാം ആണ് നല്ലതെന്ന് മനസ്സിലായി. ബട്ട് സ്റ്റിൽ വാമിൽ കിട്ടിയ കോസ്റ്റിനെ ഇനിയും കുറയ്ക്കാൻ പറ്റുമോ? ചിലപ്പോൾ സാധിച്ചേക്കാം, ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ബൈക്കിന് പോയി ആലപ്പി എത്തിയിട്ട് ഏറ്റവും കുറവാണെന്ന് മനസ്സിലായെങ്കിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴി ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഒരു 2 കിലോമീറ്റർ കൂടി നിങ്ങൾക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ അതിലേ പോവുള്ളൂ. സംടൈംസ് അങ്ങനത്തെ വഴി ഉണ്ടാവില്ല. അപ്പോൾ വഴി ഉണ്ടോ എന്ന ടെസ്റ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കണ്ടുപിടിച്ച കോസ്റ്റിനേക്കാളും ചിലവ് ചുരുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ്. അപ്പോൾ ഒപ്റ്റിമം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി കുറയ്ക്കുക, ഏറ്റവും ബെസ്റ്റ് ആക്കുക, പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ടുക്ക് ദ സെയിം പ്രോബ്ലം, നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റിന് ആദ്യം IBFS വെച്ച്, അതായത് ഏതാ, നോർത്ത് വെസ്റ്റ് LCM വാം ഏത് ഉപയോഗിക്കാം, പക്ഷെ വാം ഉപയോഗിക്കാനേ ഞാൻ പറയുള്ളൂ. വാം ഉപയോഗിച്ച് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അലോക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിയത് ഓർക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് മറിച്ച് നോക്കാം, നോട്ടിൽ ചെയ്തവരുണ്ടെങ്കിൽ. എവിടെയായിരുന്നു? ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വാമി കിട്ടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് ആണോ നോക്കിയേ? 5, 8, 7, 4, 10, 14, 7, 9, 8, 10s are 18. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് യു ഗോട്ട് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആസ് 80. ഓർക്കുന്നുണ്ടോ? വാമിൽ നിങ്ങൾക്ക് 80, കാരണം നോർത്ത് വെസ്റ്റിൽ ഒരു 102, LCMൽ 83, വാമിൽ 80 കിട്ടിയിട്ട് വാം ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കിട്ടിയ 80 ഈ പർട്ടിക്കുലർ സ്റ്റോപ്പിലൂടെ പോയപ്പോഴാണ് നിങ്ങൾക്ക് 80 കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനെ ഇനിയും ചുരുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മൈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി എന്താ, വാട്ട് ഇസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്? വാം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈം വരുമല്ലോ. ഇപ്പം നമ്മളത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ഫോർ യുവർ എക്സാം അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി ചെയ്യുക, എന്നിട്ട് 80 കിട്ടിയത് കാണിക്കുക. ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി എങ്ങനെ മോദിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അതിന് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വാം ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ വാം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്തു.
നിങ്ങൾക്ക് കോസ്റ്റ് കിട്ടി. ഇനിയാണ് മോദിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്തിട്ടാണ് മോദിയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 80 കിട്ടി. ഇനി അലോക്കേഷൻസ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ പോവാം. നോക്കട്ടെ. സോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ റോയ്ക്ക് റോസ് ഉണ്ടല്ലോ 4 റോ, അതിന് ഞാൻ പേരിടുവാണ് കേട്ടോ. നോക്കിക്കോ, U1, U2, U3 ആൻഡ് U4. കണ്ടല്ലോ, എത്ര റോസ് ഉണ്ടോ അത്രയും റോസിന് U എന്നുള്ള പേരിട്ടു. ക്ലിയർ? അതേപോലെ കോളത്തിന് ഇവിടെ എഴുതാം, മുകളിലോ താഴെ എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അതേപോലെ U ഇവിടെ എവിടെ വേണമെങ്കിലും എഴുതാം. റൈറ്റിംഗ് ചെയ്യുക V1, V2 ആൻഡ് V3. 3 കോളം ഉണ്ട്. V1, V2, V3. ക്ലിയർ ആയോ? അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം വാം മെത്തേഡിൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നെയിം ദ റോ ആൻഡ് കോളം വിത്ത് UV വേരിയബിൾസ്. ഫസ്റ്റ് റോയ്ക്ക് U1, U2, U3, U4. ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്നത് അലോക്കേഷൻ വന്ന ചില സ്ഥലങ്ങളേ ഉള്ളൂ. കാണുന്നുണ്ടോ നിങ്ങൾ അലോക്കേഷൻ വന്നത്? ഇവിടെ അലോക്കേഷൻ വന്നു, ഈ പൊസിഷനിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 3 സ്ഥലത്തും വന്നിട്ടുണ്ട്. ആ അലോക്കേഷൻ വന്ന പ്ലേസസ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇതെവിടെയാണ്? ആരുടെയൊക്കെ മീറ്റിംഗ് പ്ലേസാണ്? U1ഉം V1ഉം കൂടി ചേർന്നത്. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, U1 + V1 ചേരുന്ന അവിടെ കിട്ടിയ അലോക്കേറ്റ് ചെയ്തതല്ല, അവിടെ ഓൾറെഡി ഉള്ള കോസ്റ്റ് അത് എത്രയാ? 2. കണ്ടോ നിങ്ങൾ? ആ 5നെ എടുക്കരുത്, അവിടെ ഉള്ള കോസ്റ്റ് എടുക്കണം. ദാറ്റ് ഈസ് 2. അടുത്തത് ഇനി ഏതാ? ഇവിടെ വന്നേക്കണം അല്ലേ? 8 വന്നേക്കണം ഇവിടെയാണോ? അതേതാ? U2ഉം V3. U2 + V3 = 8 അല്ല 1. അത് മാത്രം മിസ്റ്റേക്ക് കുറേ കുട്ടികൾ വരുത്താറുണ്ടെന്ന് ശ്രദ്ധിക്കണോട്ട്. അലോക്കേഷൻ അല്ല, അലോക്കേഷൻ എവിടെയാണെന്ന് നോക്കി ആ പർട്ടിക്കുലർ പ്ലേസിലെ കോസ്റ്റ് ആണ് എഴുതുന്നത്. ഇനി തേർഡ് റോയിൽ എവിടെയാ? U3 ആണ്, V2. അപ്പോൾ U3 + V2 = 4. ആൻഡ് ലാസ്റ്റ് റോ എല്ലാ അല്ലേ എല്ലാ കോളത്തിലും ഉണ്ട് അല്ലേ? അപ്പോൾ U4 + V1 ഉണ്ട്, U4 + V2 ഉണ്ട്, U4 + V3 ഉണ്ട്. ഇവരുടെയൊക്കെ എത്രയാ എമൗണ്ട്? 162. വേണ്ട, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ആഫ്റ്റർ നെയിമിങ് UV വാല്യൂസ് ആ പർട്ടിക്കുലർ പ്ലേസിൽ വന്നേക്കുന്ന കോസ്റ്റ് എടുത്ത് എഴുതി, ഇൻ്റർസെക്ഷൻ പോലെ നമ്മൾ എഴുതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മാക്സിമം വന്നിരിക്കുന്നത് ആർക്കാന്ന് നോക്കാം. ഇപ്പോൾ U1ൽ എത്ര പേർക്കാ? ഒരാൾക്കേ അലോക്കേഷൻ ഉള്ളൂ. U2ൽ ഒരാൾക്ക്, U3ക്ക് ഒരാൾ, U4ലോ 3 പേര്. അപ്പം നമുക്ക് മാക്സിമം വരുന്നത് ആർക്കാന്ന് നോക്കാം. ആർക്കാ വന്നേക്കുന്നത്? U4. ഈ 3 എണ്ണത്തിനേക്കാളും കൂടുതൽ ആർക്കെങ്കിലും കോളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കേ, V1 എത്ര പേർക്കാ? 2. V2 എത്ര? 2. V3യോ 2. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 3 അലോക്കേഷൻ വന്ന ആൾ തന്നെയാണ് അല്ലേ? 3 അലോക്കേഷൻ വന്ന ആരാ? U4. ആ U4ന് 0 അസൈൻ ചെയ്യുക. ഇനി അങ്ങനെ ഏറ്റവും വലുത് ഇല്ല, U4നും 2 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങൾക്ക് 0 കൊടുക്കാം. പക്ഷേ U1ഉം U2നും കൊടുക്കരുത്, അവിടെയൊക്കെ ഓരോരുത്തർക്കേ ഉള്ളൂ. 2 ഇങ്ങനെ കുറേ പേർക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു 2 വന്ന ഒരാൾക്ക് 0 കൊടുക്കാം. അപ്പം മാക്സിമം വന്ന ആൾക്കാണ് 0 കൊടുക്കേണ്ടത്. 2 വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും 0 കൊടുക്കാം. അപ്പം U4ന് 0 കൊടുത്തു. U4ന് 0 കൊടുത്ത ശേഷം ഈ U4 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് കണ്ടുപിടിക്കണം നമ്മൾ. U4 ഏറ്റവും മാക്സിമം വന്ന ആൾക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ആൾ വരുന്ന ഇക്വേഷൻസ് കാണാം. നോക്കിക്കേ, U4 വരുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ, ഇവിടെ. നമ്മുടെ എയിം എന്താണെന്ന് ചോദിച്ചാൽ യു മസ്റ്റ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദീസ് അൺനോൺസ്. U1, U2, U3, U4, അതേപോലെ V1, V2, V3. ഇത്രയല്ലേ നമ്മുടെ അൺനോൺസ്. ഇവരുടെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി U4 നമ്മൾ 0 ആക്കി. ഇനി അടുത്തത് U4 വരുന്ന ഇക്വേഷൻസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I took U4 + V3. U4 + V3 = 2 ആണെന്ന് അറിയാം. ഇപ്പം ഞാൻ എന്താ പറഞ്ഞത്? U4 0 എന്നറിയാലോ. അപ്പോൾ 0 + V3 = 2. അങ്ങനെ നമുക്ക് V3 എന്ന് പറയുന്നത് 0 + V3 എന്താ? V3. V3യുടെ വാല്യൂ എന്ത് കിട്ടി? 2 കിട്ടി. 2 കിട്ടി. അടുത്തത് U4 വരുന്നത് U4 + V2. അപ്പോൾ U4 + V2 = 6. U4 0 ആണെന്നറിയാം. 0 + V2 = 6. So you got the value of V2 as 6. അടുത്തത് മൂന്നാമത്തെ ഒരു ഇക്വേഷൻ, U4 + V1 = 1. U4 0 ആണ്. 0 + V1 = 1. Therefore V1 = 1 കിട്ടി. നോക്കിക്കേ, ഇപ്പോൾ ഈ 4 പേരെ കിട്ടി. ഇനി എനിക്ക് വേണ്ടത് U1, U2, U3 ആണ്. ആ U1, U2, U3 കിട്ടാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ലെറ്റ് മീ റബ് ദിസ്, അതിനുശേഷം കാണിച്ചു തരാം. ഓക്കെ, സോ യു ഗോട്ട് ദ വാല്യൂസ് ഓഫ് U4, V1, V2, V3. ഇനി അടുത്ത ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം, U3 + V2. ഇതിലെ U3 നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. V2 അറിയാം അല്ലേ? V2 എന്ത് കിട്ടിയിട്ടുണ്ട്? 6 ഇടാം. അപ്പോൾ നമുക്ക് ഈ
ഇക്വേഷൻ തന്നെ എടുക്കാം. അപ്പോൾ u3 പ്ലസ് v2 ഇസ് ഈക്വൽ ടു 4. u3 അറിയത്തില്ല, u3 അങ്ങനെ തന്നെ. v2 എന്താ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കേ, ഇറ്റ് ഇസ് 6. സോ u3 ഇസ് ഈക്വൽ ടു 4 മൈനസ് 6 ഇസ് ഈക്വൽ ടു -2. അപ്പോൾ u3യുടെ വാല്യൂ -2 എന്ന് കിട്ടി. അടുത്ത ഇക്വേഷൻ എടുക്കുക, u2 പ്ലസ് v3. u2 പ്ലസ് v3 ഇസ് ഈക്വൽ ടു 1. u2ൻ്റെ വാല്യൂ അറിയോ? അറിയില്ല. v3 എത്രയാ? 2. അപ്പോൾ u2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 1. സോ u2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2, ദാറ്റ് ഇസ് -1 എന്ന് u2 കിട്ടി. ഇനി ആകെ u1 മാത്രം. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ രണ്ടുപേരെ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളത്തെയോ വേറെ അല്ലെങ്കിൽ താഴത്തെയോ എടുത്തു കഴിഞ്ഞിട്ട് ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷം അതെടുത്താൽ മതി. ഇതിന് ഓർഡർ പോകണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ദ ലാസ്റ്റ് ഇക്വേഷൻ u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു 2. v1 ഇസ് 1 അല്ലേ, v1 1 ആണ്. അപ്പോൾ u1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. u1 ഇസ് 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. സോ യു ഗോട്ട് ഓൾ ദ 6 വാല്യൂസ്. അപ്പോൾ ഈ സ്ലൈഡിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അൺനോൺസിനെ കണ്ടുപിടിച്ചു. അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്.